അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്നാൽ ഇവ പതിവായി കഴിക്കുന്നത് ആരോഗ്യം അപകടത്തിലാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. അമിതമായ ഉപ്പ്, പഞ്ചസാര, പ്രിസർവേറ്റീവുകൾ, അനാരോഗ്യകരമായ ഫാറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഈ ഭക്ഷണങ്ങൾ കാലക്രമേണ ഹൃദയത്തെയും കുടലിനെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. ഇത്തരം ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുന്നതാണ് നല്ലതെന്നും ഡൽഹി ആഷ്ലോക് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റും സ്ഥാപക ഡയറക്ടറും കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അലോക് ചോപ്ര പറയുന്നു. കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മധുരപലഹാരങ്ങൾ, ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയ അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ഒരിക്കലും വീട്ടിലേക്ക് കയറ്റരുതെന്നാണ് ഡോക്ടർ അലോക് ചോപ്ര പറയുന്നത്. സോസേജുകൾ, ഹോട്ട് ഡോഗുകൾ തുടങ്ങിയ സംസ്കരിച്ച മാംസങ്ങൾ ഒഴിവാക്കാൻ ഡോക്ടർ ചോപ്ര ശുപാർശ ചെയ്യുന്നു. ഹൃദയത്തിനും കുടലിനും ഹാനികരമായ പ്രിസർവേറ്റീവുകൾ ഇത്തരം ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കോളകൾ, എനർജി ഡ്രിങ്കുകൾ, പാക്ക് ചെയ്ത ജ്യൂസുകൾ തുടങ്ങി പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ പാടെ ഉപേക്ഷിക്കണമെന്നാണ് ഡോക്ടർ ചോപ്രയുടെ അഭിപ്രായം. ഇവ പ്രമേഹത്തിലേക്ക് തള്ളിവിടുന്ന പഞ്ചസാര ബോംബുകൾ മാത്രമാണെന്ന് ഡോക്ടർ അലോക് ചോപ്ര പറയുന്നു. ഉപ്പ് കൂടുതലടങ്ങിയ ചിപ്സുകൾ ദിവസവും കഴിക്കുന്നതും ദോഷം ചെയ്യും. സാധ്യമെങ്കിൽ ഇവ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓയിലിന് പുറമെ അമിതമായ തോതിൽ ഉപ്പും ഇവയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും. പാക്ക് ചെയ്ത കുക്കികൾ, മധുര ബിസ്ക്കറ്റുകൾ തുടങ്ങി പാക്ക് ചെയ്ത മധുര പലഹാരങ്ങളിൽ പഞ്ചസാര, കൃത്രിമ നിറങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന് ദോഷം ചെയ്യും. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ വല്ലാതെ കൊതി തോന്നുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക, അതും പുറത്തുനിന്ന്. വീട്ടിൽ ഇത്തരം ഭക്ഷണങ്ങൾ വാങ്ങി വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇത്തരം പാക്ക് ചെയ്ത സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും കഴിക്കരുതെന്നല്ല, എന്നാൽ ഇവ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരരുത്. കാരണം നിങ്ങളുടെ അടുക്കളയിലെ ഷെൽഫിൽ ഇരിക്കുമ്പോൾ അവ എടുത്തു കഴിക്കാനുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അതില്ലാതാക്കുക. നിങ്ങളുടെ വീടൊരു സുരക്ഷിത മേഖലയായി തുടരട്ടെ എന്നും ഡോക്ടർ അലോക് ചോപ്ര പറയുന്നു.